ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു പ്രൊണോസിനി ടോക്സ്. ഇന്ന് പറയാൻ വേണ്ടി പോണത് ഒരു കന്നഡ സിനിമയുടെ റിവ്യൂ പറയാൻ വേണ്ടി പോകുന്നത്. അതായത് രാഘു എന്നാണ് സിനിമയുടെ പേര്. ഈ ഒരു സിനിമ ഒരു ക്രൈം ത്രില്ലർ, സസ്പെൻസ് ത്രില്ലർ കാറ്റഗറി കൂട്ടാൻ പറ്റിയൊരു പടം തന്നെയാണ്. പിന്നെ ഈ സിനിമയ്ക്ക് ലെങ്ത്ത് വളരെ കുറവാണ്. സംവിധാനം എം ആനന്ദ് രാജു. പിന്നെ ഈ ഒരു സിനിമയിൽ മെയിനായിട്ട് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഒരൊറ്റ കഥാപാത്രം മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ മലയാളത്തിലെ എലോൺ എന്ന് പറഞ്ഞ സിനിമയിൽ ലാലേട്ടൻ വന്നിട്ട് ഒരൊറ്റ റോൾ കൊണ്ട് ഫുൾ സിനിമയിൽ അഭിനയിച്ചിട്ട് പോയ കണക്ക് ഇതിലൊരൊറ്റ കഥാപാത്രമേ ഉള്ളൂ. വിജയ രാഘവേന്ദ്രയാണ് ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെയായിട്ട് അവതരിപ്പിക്കുന്നത്. സിനിമ എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പോരാ എന്നേ പറയാൻ വേണ്ടി പറ്റൂ. പോരാ, പടം കൊള്ളത്തില്ല. പക്ഷേ കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു. മേക്കിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ട് സൂപ്പറായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ സൂപ്പറായിരുന്നു. പിന്നെ പെർഫോമൻസ് സൂപ്പർ. പക്ഷേ പടത്തിനകത്ത് ഒരു ബേസിക് സ്റ്റോറി ലൈൻസ് ഒന്നും പടത്തിനകത്തൊന്നുമില്ല. ഒന്നുമില്ലാത്ത രീതിക്കാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ കണ്ടിരിക്കാൻ വേണ്ടി പറ്റിയ രീതിക്കുള്ള ഒരു സിനിമ എനിക്ക് തോന്നിപ്പോയത്. പിന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. വിജയ രാഘവേന്ദ്രയുടെ പെർഫോമൻസും കാര്യമൊക്കെ സൂപ്പറായിരുന്നു. ഇദ്ദേഹത്തിന് ഇപ്പോൾ ഒരു ഹെലൂസിനേഷൻ ഉള്ള രീതിക്കുള്ള ഇതായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ ഒരു അനോണമസ് കോൾ മുഖാന്തരം വന്നിട്ട് ഒരാളെ കൊണ്ട് അത് ചെയ്യിക്കുന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ സ്ഥിരം ക്ലീഷേ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അത് മാത്രമാണ് തോന്നിപ്പോയത്. പിന്നെ വേറെ പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ വേണ്ടി ഒന്നും ഈ പടത്തിനകത്തൊന്നും ഇല്ലെന്നുള്ള മാത്രമേ തോന്നിയിട്ടുള്ളൂ. പിന്നെ ഈ പറഞ്ഞ അഡീഷണൽ എലമെൻറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ പടത്തിനകത്ത് മെയിനായിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളും പെർഫോമൻസൊക്കെ കൊള്ളാം. പിന്നെ ത്രില്ലിംഗ് ആയിട്ടുള്ള കുറച്ച് സീക്വൻസുകളും കാര്യങ്ങളൊക്കെ മാത്രം ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് പോകുന്നതുകൊണ്ട് പടം കണ്ടിരിക്കാൻ വേണ്ടി പറ്റിയ രീതി തന്നെയാണ് വയ്ക്കുന്നത്. ഇതനുസരിച്ചായിരിക്കും മിക്കവാറും 1 മണിക്കൂർ 31 മിനിറ്റ് മാത്രമുള്ള പടത്തിന് ലെങ്തായിട്ട് കുറച്ചത്. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ പറയാനൊന്നുമില്ല. കന്നഡ സിനിമകളിലെ ബേസിക്കായിട്ട് ഇപ്പോൾ അവിടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുള്ള ഒരു ന്യൂസ് ഇങ്ങനെ കിട്ടുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ടും ഇത്ര കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. ഒരൊറ്റ കഥാപാത്രം വെച്ചുള്ളൊരു സിനിമയും കാര്യങ്ങളൊക്കെ ആയിട്ട് തോന്നിപ്പോയി. പിന്നെ വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഈ ഒരു സിനിമ ഒരു ബേസിക് സ്റ്റോറി ലൈൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. പെർഫോമൻസും ബാക്ക്ഗ്രൗണ്ട് സ്കോറും പിന്നെ ക്യാമറ വർക്കുകളും കാര്യങ്ങളൊക്കെ മാത്രം ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് അഡീഷണൽ വർക്കും കാര്യങ്ങളൊക്കെ മാത്രം അത്യാവശ്യം കൊള്ളായിരുന്നു. പിന്നെ ഒരു അനോണമീസായിട്ട് നമ്മളെ എലോൺ സിനിമയെ കണ്ടണക്കത്തെ കുറച്ച് വോയിസ് ഓവറിൽ കുറച്ച് ആളുകളൊക്കെ എന്തൊക്കെയോ പറയുന്നു കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സബ്ടൈറ്റിൽ ഉള്ളതുകൊണ്ടെല്ലാം മനസ്സിലായെന്ന് മാത്രമേ പറയാൻ വേണ്ടി പറ്റൂ. ഇതൊക്കെ തന്നെയാണ് ഈ സിനിമയെ പറ്റിയുള്ള രാഘു എന്നാണ് സിനിമയുടെ പറ്റി. രാഘു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വരുന്ന വിജയ രാഘവേന്ദ്രയുടെ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു പേരാണ്. പുള്ളി ഒരു മെഡിക്കൽ ആയിട്ടുള്ള വിഭാഗത്തിലെ ഒരു മെഡിസിൻസൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ആ പുള്ളി വെച്ച് അത്യാവശ്യം ഒരു മോഷണവും കാര്യങ്ങളും നടക്കുന്ന ഒരു വ്യക്തിത്വം കൂടെയാണ്. ആ രീതിക്കൊക്കെയാണ് ഒരു റോബറി സംബന്ധപ്പെട്ട ഒരു ക്രൈം ത്രില്ലറായിട്ടുള്ള ഒരു രീതിക്കാണ് സ്റ്റോറി ലൈൻ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. നീട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി മാത്രം ഈ സിനിമയ്ക്കകത്തൊന്നുമില്ല. ഇത്രയും കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നീട്ടിക്കൊണ്ട് വീഡിയോ ലെങ്ത്ത് കൂട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊന്നും ഈ പടത്തൊന്നുമില്ല. ഇത്ര മാത്രമേ ഉള്ളൂ. രാഘു എന്ന് പറഞ്ഞ ഒരു സിനിമ നിങ്ങൾ കാണണ്ട. ആരും കാണാത്തതാണ് ബെസ്റ്റ് എനിക്ക് തോന്നിപ്പോയി. സോ ഇത്ര മാത്രമേ പറയാൻ വേണ്ടി പറ്റൂ. അപ്പോൾ മറ്റ് സിനിമയുടെ ഒരു വിഷയം ഇത് പ്രണവ് സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പം പ്രണവ് സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.